ഇതിനുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി പുഡിങ്ങൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല. എത്ര പെട്ടെന്നല്ലേ ദിവസമൊക്കെ പോകുന്നത്. എന്നാൽ ഇതിനുണ്ടാക്കാൻ പറ്റുന്ന നല്ല നല്ല പുഡിങ്സും ഡെസേർട്ട്സും ഒക്കെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, നമുക്ക് ഫുഡിൻ്റെയൊക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കുനാഫിൻ്റെ റെസിപ്പി കാണിച്ചു തരട്ടെ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതിലോട്ട് നമുക്ക് കുനാഫ ഡോ ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു എക്സ്പെൻസ് അല്ലേ. ഇതെല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി കുനാഫ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് എടുക്കാട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ. എന്തായാലും എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിന് നല്ല പുഡിങ്ങൊക്കെ ഉണ്ടാക്കണമെന്ന്. പക്ഷേ സത്യം പറയലേക്ക് തീരെ എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഞാൻ എന്തായാലും ചെയ്യണമെന്ന് വിചാരിച്ചതേനു. പക്ഷേ എന്തായാലും ഇതിന് ഞാൻ വീഡിയോ എടുക്കാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പുഡിങ്ങിൻ്റെ നല്ല അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അത് നിങ്ങൾക്ക് മറ്റുള്ള ദിവസങ്ങളിൽ ഉപകാരപ്പെടുമല്ലോ. പാർട്ടിയിലും അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഷാ അല്ലാ. അപ്പോൾ അതെ ഞാനിവിടെ ബ്രെഡൊക്കെ സൈഡ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിലോട്ട് ദേ ഒരു പീസ് ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ലൈസ്ഡ് ചീസില്ലേ, അതാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു പീസ് അങ്ങനെ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് മൊസറല്ല ചീസാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് കുറച്ച് കൂടുതലായിട്ട് തന്നെ വെച്ച് കൊടുത്തോ. പക്ഷേ ഈ ഒരു ചീസ് വെക്കുമ്പം കുറച്ചൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ അൺസാൾട്ടഡ് ആയിരിക്കണം എന്ന് എന്തായാലും എന്താ പറയുക ശ്രദ്ധിക്കുക. സാൾട്ടഡ് ആയിട്ടുള്ളത് എടുക്കരുത്. എന്താ പറയുക സ്വീറ്റിനും ഈ സാൾട്ടഡ് ആയിട്ടുള്ള ചീസും ബട്ടറൊക്കെ എടുത്ത് കഴിയുമ്പം ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പോൾ ബ്രെഡിന് കണക്കായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം ബ്രെഡിനെ കാട്ടി വലിപ്പമുണ്ട് ആ ഒരു ചീസിന്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ആവശ്യത്തിന് തന്നെ നമുക്ക് വേറെ ക്രീമും കാര്യങ്ങളും ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ചീസ് മാത്രം മതി. ഇതാണ് കുനാഫിൻ്റെ എന്താ പറയുക ഏറ്റവും ബേസായിട്ട് വരുന്നത്. അപ്പം കുറച്ച് കൂടുതൽ തന്നെ മൊസറല്ല ചീസും കൂടി ഞാൻ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു ബ്രെഡ് എടുത്തിട്ട് ഇത് എന്താ പറയുക ഇങ്ങനെ കവർ ചെയ്യാം. പിന്നെ ഇതുപോലെ ഞാൻ ഒരു 3 ബ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 6 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ചീസ് വെച്ച് കൊടുത്തിട്ട് വേറൊരു ബ്രെഡ് മേലെ വെച്ച് കൊടുത്തിട്ട് സിമ്പിളല്ലേ, പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ 3ാമത്തേതും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3 ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല തിന്നായിട്ടുള്ള കുനാഫൻ്റെ ഡോ പോലത്തൊക്കെ കിട്ടുന്ന ഒരു സേമിയല്ലേ, അതാണ് കേട്ടോ ഇതിന് എടുക്കേണ്ടത്. തടിയുള്ള സേമിയ എന്തായാലും എടുക്കരുത്. എന്താ പറയുക എന്തായാലും ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഈ നേരിയ സേമിയ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലവർ, ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ നല്ലപോലെ തന്നെ ബ്രെഡ് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് എന്താ പറയുക ഈ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഈ ഒരു കോൺഫ്ലവറിന് മിക്സിൽ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എടുത്തു വെച്ച സേമിയില്ലേ അതിൽ നല്ലപോലെ തന്നെ കോട്ട് ചെയ്തിട്ടെടുക്കാം. 4 സൈഡും എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ ആവുന്ന രീതിയിൽ കോട്ട് ചെയ്തിട്ട് എടുക്കുക. അതേ ഇതുപോലെ എല്ലാ സൈഡും നല്ലപോലെ കവറായി കിട്ടണം കേട്ടോ. അപ്പം എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നല്ല മടിയുണ്ട്. എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ അതേ ഇനി ഞാൻ ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് 3/4 കപ്പ് ഒക്കെ വെള്ളം മതിയായിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ, കോൺഫ്ലവറും അതുപോലെ വെള്ളമൊക്കെ. അപ്പോൾ ഞാൻ 3 ബ്രെഡും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാന് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ ആവശ്യത്തിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂണുകളൊക്കെ നോക്കിയിട്ട് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മെൽട്ടാകുമ്പോൾ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകുന്ന സംഭവമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് ആവുന്ന ആ ഒരു ടൈമിൽ വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ 2 സൈഡിലും നല്ലപോലെ തന്നെ ബട്ടർ എന്താ പറയുക സോക്കായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇടയ്ക്കിടെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് തന്നെ വെച്ചിട്ട് അങ്ങനെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ബട്ടർ കരിഞ്ഞു പോകാൻ ചാൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. ബട്ടർ എന്തായാലും പെട്ടെന്ന് കരിയുന്ന സംഭവമല്ലേ. അപ്പോൾ അതേ ഞാൻ ഇതുപോലെ എന്താ പറയുക അപ്പുറത്തും ഇപ്പുറത്തൊക്കെ തിരിച്ചിട്ട് നല്ലപോലെ ആ സേമിയ റോസ്റ്റായിട്ട് വരുന്നവരെ ഇങ്ങനെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഇതുപോലെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. നിങ്ങൾ ആ ഒരു പാനിൽ കരിഞ്ഞ പോലെയൊക്കെ നമ്മുടെ എന്താ പറയുക സേമിയല്ലേ, അപ്പോൾ അതുണ്ടെങ്കിൽ അതൊന്ന് ടിഷ്യൂ എന്തെങ്കിലും വെച്ച് തുടച്ചെടുത്തിട്ട് വീണ്ടും ബട്ടർ ഇട്ടിട്ട്
എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് ചൂടോട് കൂടി തന്നെ നല്ല കട്ടിയിലുള്ള ഷുഗർ സിറപ്പ് നല്ലപോലെ സോക്കാവുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ, അത് പ്രത്യേകിച്ചിട്ട് അതാ ഞാൻ കാണിക്കാതിരുന്നത്. 1 കപ്പ് പഞ്ചസാരക്ക് 1 കപ്പ് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക, കുറച്ച് ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുക, കുറച്ച് 2-3 ഡ്രോപ്പ് ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പ് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിൽ നല്ലപോലെ സോക്ക് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതിന് ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് മറക്കണ്ട, വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈദ് മുബാറക്ക്. അപ്പോൾ ഇൻഷാല്ല നമുക്കിനി പെരുന്നാളൊക്കെ കഴിഞ്ഞ് കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.